നമസ്കാരം. നാട്ടിലോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ എന്താണ് ഈ സ്ഥാനാർത്ഥി നില എന്നുള്ളത് നമുക്ക് പൂർണ്ണ ചിത്രം വ്യക്തമാകും. അതിനുശേഷം ഏറ്റവും വീറും വാശിയുമുള്ള പ്രചരണത്തിന്റെ ദിനങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുക. അപ്പോൾ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. അതാണ് സാഹചര്യം. നമുക്ക് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്കൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. ഇന്ന് വീണ്ടും ഒരു മാസ്റ്റർ സ്ട്രോക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വടക്കാഞ്ചേരി മുൻ MLA അനിലക്കര വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്നതാണ്. നമ്മൾ തിരുവനന്തപുരത്ത് പിന്നീട് കൊച്ചിയിലൊക്കെ ഈ കോൺഗ്രസിന്റെ ഈ തന്ത്രപരമായ നീക്കം കണ്ടതാണ്. ഇപ്പോൾ അടാട്ട് പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് അനിലക്കര കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. നേരത്തെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അനിലക്കര പ്രവർത്തിച്ചിട്ടുണ്ട്. 2000 മുതൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് ആയിരുന്നു അടാട്ട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ LDF അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണ പഞ്ചായത്ത് പിടിച്ചെടുക്കാനാണ് അനിലക്കരയെ കളത്തിലിറക്കിയിരിക്കുന്നത് കോൺഗ്രസ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അടാട്ടിലും അത്തരമൊരു ശക്തിയേറിയ മത്സരത്തിന് വഴി തുറന്നിരിക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, തൃശ്ശൂർ 3 മുന്നണികളും വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത്രയും വാശിയോടുകൂടി മത്സരത്തിൽ ഇടപെടുന്ന ഇടം കൂടിയാണ് എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. വിവാദങ്ങൾക്കും കോടതി ഇടപെടലിനും ഒടുവിൽ VM വിനുവിന് പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളകണ്ടി ബൈജുവാണ് കോഴിക്കോട് കോർപ്പറേഷൻ കലായി വാർഡിൽ സ്ഥാനാർത്ഥിയാകുന്നത്. പൊതുസമ്മതനെ കണ്ടെത്താനാകാതെ വന്നപ്പോഴാണ് ബൈജുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജാഗ്രത കാട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൗൺസിലർ രാജേഷിന്റെ രാജി DCC എഴുതി വാങ്ങിയിട്ടുണ്ട്. VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പരിശോധിക്കുമെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ കല്ലായി ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നു VM വിനുവിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം ഇല്ലേ? എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്? ഒരു പൊതുസമ്മതനായ ആളെ വീണ്ടും ആ പാർട്ടി തെരഞ്ഞില്ലേ? അല്ലല്ല, ഞങ്ങൾ VM വിനുവിനെ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി അവരോധിച്ചത് ഒരു അദ്ദേഹത്തിന്റെ താരപരിവേഷം മാത്രമല്ല, ഈ നഗരസഭയ്ക്കെതിരെ UDFനെ പോലെ തന്നെ നഗരത്തിലെ പൊതുസമൂഹത്തിനും അമർഷമുണ്ട്, എതിർപ്പുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു VM വിനുവിനെ ഞങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം മത്സരരംഗത്തില്ലെങ്കിലും മത്സരരംഗത്തുള്ള വിനുവിനേക്കാൾ ശക്തനായി മത്സരങ്ങളില്ലാത്ത VM വിനുവും ജോയി മാത്യുവിനെ പോലുള്ള സുപ്രസിദ്ധ നടന്മാരും ഈ പോരാട്ടത്തിൽ പൊതുസമൂഹത്തെ പ്രതികരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ കാളകണ്ടി അവിടെ നല്ല പരിചിതനായ ആളാണ് അല്ലേ? കാളക്കണ്ടി ബൈജു ഒരുപക്ഷെ ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ജയിക്കുന്ന കൗൺസിലറായിരിക്കും. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, പൊതുസമൂഹത്തിൽ സുപരീതൻ എന്ന് മാത്രമല്ല ഒരു സാധാരണക്കാരൻ. ഈ വിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു പെശകുണ്ടായിട്ടുണ്ടോ? വിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്കല്ല പെശകുണ്ടായത്, ഇലക്ഷൻ കമ്മീഷനാണ്. അവിടെ വോട്ട് ഉദ്യോഗസ്ഥന്മാരൊന്നും വോട്ട് ചേർത്തില്ല. പിന്നെ വിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച കാര്യത്തിൽ പാർട്ടിക്ക് ആ കാര്യത്തിൽ വീഴ്ചയുണ്ടോ എന്നുള്ളത് പാർട്ടി ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. ഏതായാലും അതിലൊരു സൂക്ഷ്മതക്കുറവുണ്ടായിട്ടുണ്ട്. അത് ഏത് ഭാഗത്തിൽ പരിശോധിക്കുകയാണ്. ഏതായാലും ഗൗരവമായി പാർട്ടി പരിശോധിക്കുകയാണ്. ഈ രാജേഷിനൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം കൗൺസിലറാണ്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അതിൽ ഉണ്ടായ സൂക്ഷ്മതക്കുറവിന് കാരണക്കാർക്കെതിരെ അത് വളരെ ഗൗരവമായ നിലപാടുകൾ പാർട്ടി ഭാഗത്തുണ്ടാവും. അദ്ദേഹം താങ്കൾക്കൊരു കത്ത് നൽകിയെന്ന് പറയാം. ഞാനത് പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം, അതിനകത്തുണ്ടായ സൂക്ഷ്മതക്കുറവ് ഗൗരവത്തോടു കൂടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കാണുന്നത്. ഈ മറ്റൊന്ന് ചർച്ച ചെയ്ത് വരുന്ന ഈ വെൽഫെയർ പാർട്ടിയായുള്ള ബന്ധമാണ്. കഴിഞ്ഞ വർഷം പലയിടങ്ങളിലും സഹകരിച്ചിരുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നേരിട്ട് പറഞ്ഞോ പറയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള സഹകരണം? ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഈ ജില്ലയിൽ UDFന്റെ ഘടകകക്ഷികൾക്ക് അപ്പുറത്തായി, UDFന്റെ അസോസിയേറ്റ് അംഗങ്ങൾക്ക് അപ്പുറത്തായി ആരുമായും കോൺഗ്രസിനോ UDFന്റെ ബന്ധമില്ല. അല്ല, ഈ നേരിട്ടല്ലാതെ പ്രാദേശിക തലത്തിലെ പ്രവർത്തകർ നേരിട്ടോ അല്ലാതെയോ ഇല്ല. ഈ വെൽഫെയർ കൊള്ളില്ല എന്ന ഒന്നുമല്ല, ഞങ്ങളൊരു തീരുമാനമെടുത്തു. വെൽഫെയർ കൊള്ളില്ല എന്ന മോശമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു, UDF ഘടകകക്ഷികളും അസോസിയേറ്റുകളുമായി മതി ബന്ധമില്ല. അതുകൊണ്ട് മാത്രമാണ്. ഈ അയ്യൂബിനെ പോലുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ പാർട്ടിക്ക് പുറത്ത് പോയല്ലോ അല്ലേ? അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ര അത് അയ്യൂനെ പുറത്താക്കിയ പാർട്ടി അവർ വിമതരായിട്ട് അയ്യൂബിനെ പുറത്താക്കിയത് അതൊന്നും ബാധിക്കില്ല. ഞാൻ പറഞ്ഞു, ഈ ഒരു സംഭവം ബാധിക്കില്ല മാത്രം. നിങ്ങൾ നോക്കിക്കോളൂ, മറ്റന്നാൾ മുതൽ അതിശക്തമായ പ്രചരണവുമായി UDF നഗരസഭ വരാൻ പോവുകയാണ്. ഇത്തവണ നഗരസഭ പിടിച്ചേ ഞങ്ങൾ ഇരിക്കും.
എന്തായാലും ഇതുവരെയുള്ള ഘടകങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. വലിയ വിജയം തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒപ്പം വി എം വിനുവിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച പരിശോധനയിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നും കെ പ്രവീൺകുമാർ പറയുന്നു. തൃണമൂൽ കോൺഗ്രസിനെയും പി വി അൻവറിനെയും UDF അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് TMCയുടെ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറിയായ സുധീർ പുന്നപ്പാല. മലപ്പുറത്തെ കോൺഗ്രസിലെ ചിലരാണ് അൻവറിനെ UDFൽ എടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനവും രാഷ്ട്രീയ അസ്തിത്വവും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്ന് സുധീർ പുന്നപ്പാല പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറിയും പി വി അൻവറിന്റെ വിശ്വസ്തനുമായ സുധീർ പുന്നപ്പാലയാണ് എന്നോടൊപ്പം ചേരുന്നത്. അദ്ദേഹം വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത്? നമ്മൾ നിലവിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് TMCയുടെ എന്നല്ല നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ 2 മാസക്കാലമായിട്ട് അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. വാർഡ് തലത്തിലെ കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് അത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോഴാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നോമിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ UDFുമായി ബന്ധപ്പെട്ട് ഒരു അലയൻസ് മുന്നണി ചർച്ചകൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായി വാർഡ് തലത്തിൽ ആനുപാതിക സീറ്റുകൾ പരിഗണിക്കാമെന്ന UDFിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അത് നോമിനേഷനിലേക്കും തുടർന്ന് നാളെ നോമിനേഷൻ അവസാനിക്കുന്ന തീയതിയിലേക്കും പോകുമ്പോൾ ആ ഒരു പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തകരുടെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഞാൻ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. UDF തന്ന ഉറപ്പ് പാലിക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണോ ഈ സ്ഥാനാർത്ഥി? തീർച്ചയായും പ്രതിഷേധം എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഒരു പാർട്ടിയുടെ സംവിധാനങ്ങളും മുന്നണികളും അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനങ്ങളൊക്കെ അണികളെ നമ്മളിത് ബോധ്യപ്പെടുത്തണം. അണികളുടെ ഇടയിൽ വലിയൊരു പ്രതിഷേധമുണ്ട്. UDFിനെ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന നിർദ്ദേശം കൊണ്ടാണ് തൃണമൂൽ ചിഹ്നത്തിൽ മത്സരിക്കാത്തത്? അല്ല, നമ്മൾ സ്വതന്ത്രനായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. UDFിനോട് തിരിച്ചടി നൽകാൻ കൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട്? അല്ല, തിരിച്ചടിയല്ല നമ്മളെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ ഇതുണ്ടല്ലോ, രാഷ്ട്രീയ അഭിമാനമൊക്കെ ഉണ്ടല്ലോ. ഇതിൽ UDFിന് മാത്രം അനുകൂല തീരുമാനം വരാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? താങ്കൾ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ തുടരുമോ? എന്താണ്? അല്ല, നമ്മൾ UDFിൽ നിന്നും ഒരു അനുകൂല തീരുമാനം വരുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് UDF സംവിധാനം ഉണ്ടല്ലോ, ആ UDF സംവിധാനത്തിലെ പ്രബല കക്ഷികളായ എല്ലാ ഘടകകക്ഷികളും, പ്രത്യേകിച്ച് UDF ചെയർമാൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഈ ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജില്ലാ തലത്തിൽ വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട 1-2 വ്യക്തികളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് നീട്ടിക്കൊണ്ടുപോകുന്നതും വേണ്ട പരിഗണന ലഭിക്കാത്തതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയിട്ടില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു അവഗണന ഞങ്ങൾക്ക് നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി നമ്മൾ മത്സരിക്കും പല വാർഡുകളിലും. താങ്കൾ ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് പുറമെ പഞ്ചായത്തുകളിലെല്ലാം മത്സരിക്കും അല്ലേ? അല്ല, ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ UDFിൻ്റെ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ കള്ളായി പഞ്ചായത്തിൽ 2 വാർഡുകളിൽ നമുക്ക് മത്സരിക്കാൻ UDFുമായി ചേർന്ന് പ്രവർത്തിച്ച് മത്സരിക്കാനുള്ള ഒരു ധാരണയായിട്ടുണ്ടെന്നാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. നാളെ നോമിനേഷൻ കൊടുക്കും? തീർച്ചയായും എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇനി ഒരു അനുകൂല തീരുമാനം UDFിൽ നിന്ന് വരികയാണെങ്കിൽ ഇന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ നമ്മൾ നേതൃത്വമല്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ സ്വതന്ത്രനായിട്ട് വ്യക്തിപരമായിട്ടും ഞാനിവിടെ ഈ പറഞ്ഞ നമ്മുടെ പ്രദേശത്തെ പ്രവർത്തകർ, ഓരോ പാർട്ടിയിലും പ്രവർത്തകരും ആവേശവും, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ രീതിയിൽ ജനങ്ങളായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടി പ്രവർത്തകൻ്റെ വികാരമാണ്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകർ നിൽക്കുമ്പോൾ നാളെ മറ്റന്നാൾ നമ്മൾ പ്രവേശനം മുന്നിൽ കണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് സംഭവിക്കാതെ നിൽക്കുന്ന സമയത്തും മാന്യമായ പരിഗണന
പഞ്ചായത്തുകളിലും വാർഡുകളിലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നമ്മളെ പ്രവർത്തകരെ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നതിൻ്റെ കാരണമാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹത്തിന് മാത്രമല്ല ഓരോ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനും പറയാനുള്ളത് ഇതുതന്നെയാണ്. എന്നാണെങ്കിലും UDF-ന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെ ഇവർ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മണ്ണാർക്കാട് മേഖലയിൽ വിമതരെ മത്സരിപ്പിക്കാൻ PK ശശി വിഭാഗം തയ്യാറെടുക്കുകയാണ്. ജനകീയ മതേതര മുന്നണി 10 സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. മുൻ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം, SFI മുൻ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരാണ് മത്സര രംഗത്തുള്ളത്. എന്നാൽ ഇത് LDF-നെ ബാധിക്കില്ലെന്ന് CPM പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. മണ്ണാർക്കാടും പരിസരത്തും LDF ശക്തമാണ്. ആര് മത്സരിച്ചാലും മുന്നണിക്ക് പ്രശ്നം വരില്ലെന്നും വിഷയം ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നുമാണ് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി പ്രതികരിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ ലീഗിന് വിമതനായി ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ സഹോദരൻ മുൻ KMCC നേതാവ് കൂടിയായ ജാഫർ നീറ്റുകാട്ടിയാണ് മൂച്ചിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. പാർട്ടിയോട് വിയോജിപ്പില്ലെന്നും സ്ഥാനാർത്ഥിയാക്കാത്തതിലുള്ള പ്രതിഷേധമാണ് വിമതനാകാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും ജാഫർ നീറ്റുകാട്ടിൽ വ്യക്തമാക്കി. എൻ്റെ പാർട്ടി നേതാക്കളോട് ഇപ്രാവശ്യം എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ എനിക്ക് അനുവദിക്കണം, വാർഡ് കമ്മിറ്റിയോടൊക്കെ പറഞ്ഞ് എന്നെ പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിക്കാൻ ഒരു ലെവലേശം പോലും നേതൃത്വം അഥവാ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാലങ്ങൾക്ക് മുമ്പേ ഒരാൾ വന്നു എന്നതൊഴിച്ചാൽ പിന്നീട് ഒരു ആൾക്ക് ഒരു പഞ്ചായത്ത് തദ്ദേശ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കിട്ടേണ്ട രാഷ്ട്രീയ അധികാരം എന്ന നിലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രദേശത്തെ പാടെ അവഗണിക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം. പോത്തൻകോട്, വയലാർ ഡിവിഷനുകളിലാണ് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വനിതാ ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർക്ക് മത്സരിക്കാൻ ആകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഈ മുട്ടടയിലെ വൈഷ്ണവ് സുരേഷുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലുണ്ടായ അനിശ്ചിതത്വം അവസാനിച്ചതിന് പിന്നാലെയാണ് പുതിയൊരു വെല്ലുവിളിയായി 2 ഡിവിഷനുകളിൽ തിരുവനന്തപുരത്തെ പോത്തൻകോട് ഡിവിഷനിലും ആലപ്പുഴയിലെ വയലാർ ഡിവിഷനിലും കോൺഗ്രസിന് മുമ്പിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത്. അതായത് പോത്തൻകോട് ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അമയ പ്രസാദാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. വയലാർ ഡിവിഷനിൽ അരുണിമ M. കുറുപ്പും മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രചാരണമടക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇത് രണ്ടും, ഈ വയലാർ ഡിവിഷനും പോത്തൻകോട് ഡിവിഷനും വനിതാ സംവരണ വാർഡുകളാണ് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെ ട്രാൻസ് മെന്നും ട്രാൻസ് വുമനുമുണ്ട്. അതിൽ ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെടുന്നവരാണ് തങ്ങൾ എന്ന അവകാശവാദമാണ് അരുണിമയും അതോടൊപ്പം അമയ പ്രസാദ് മുമ്പോട്ട് വെക്കുന്നത്. ഈ കാര്യം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം അറിയിക്കും. പാർട്ടി നേതൃത്വത്തെയും അതുതന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കൈവശമുണ്ട്. അത് കൃത്യമായി തന്നെ കൈമാറുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മറ്റ് 2 സ്ഥാനാർത്ഥികളെ അവിടെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ 2 ഡെമ്മി സ്ഥാനാർത്ഥികളെ കൂടി അതിനുവേണ്ടിയിട്ട് പാർട്ടി കൃത്യമായി തന്നെ തയ്യാറെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളോടെ തന്നെ 2 ഡെമ്മി സ്ഥാനാർത്ഥികളെ കൂടി വെക്കുന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലക്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ. അതേസമയം കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി തന്നെ 2 ഡെമ്മി സ്ഥാനാർത്ഥികളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ഞാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി LDF 13ാം വാർഡിൽ മത്സരിക്കുന്ന PP അബ്ദുൾ വാഹിദിനാണ് LDF പരസ്യ പിന്തുണ അറിയിച്ചത്. ഈ വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പ്രവാസി കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു അബ്ദുൾ വാഹിദ്. TP ഷാജിയെ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവാസി കോൺഗ്രസ് നേതാവും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന PP അബ്ദുൾ വാഹിദ് കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥിയായത്. കണ്ണൂർ പയ്യന്നൂരിൽ LDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി C. വൈശാഖ്
പത്രിക സമർപ്പിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ 36-ാം വാർഡിലേക്കാണ് കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. വൈശാഖ് 2 ദിവസം മുൻപ് പാർട്ടിക്ക് രാജിക്കത്ത് കൈമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധം അറിയിച്ച് പെന്തക്കോസ്ത് സഭാ നേതൃത്വം 25 ലക്ഷം ആളുകളുള്ള വിശ്വാസി സമൂഹത്തെ LDFും UDFും അവഗണിച്ചു. മറ്റ് ക്രിസ്തീയ സഭകൾക്ക് നൽകിയ പ്രാതിനിധ്യം പെന്തക്കോസ്ത് സഭയ്ക്ക് ലഭിച്ചിട്ടില്ലെന്നും പരാതിപ്പെടുന്നു. സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലെ 2 പ്രമുഖ മുന്നണികളും തയ്യാറായിട്ടില്ല. കേരളത്തിൽ 25 ലക്ഷത്തിൽ പരം പെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. പല ക്രിസ്ത്യൻ സംഘടനകൾക്കും പല ഹിന്ദു സംഘടനകൾക്കും വേണ്ടുന്ന പ്രാതിനിധ്യങ്ങൾ ഇരു മുന്നണികളും കൊടുക്കുമ്പോൾ പെന്തക്കോസ്ത് സമുദായത്തെ മാത്രം തഴയുന്നതിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ആശങ്കയുണ്ട്. തദ്ദേശ പോരിന് നാടൊരുങ്ങുമ്പോൾ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ മാപ്പിടിച്ചേരി വീടും ആവേശത്തിലാണ്. ഇത്തവണ 2 സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിന്നും ഒരേ സമയം പ്രചാരണത്തിനിറങ്ങുക. കുടുംബത്തിലെ തെരഞ്ഞെടുപ്പ് പോരിന്റെ ആവേശത്തിലേക്ക്. സഹോദരങ്ങളായ M മനുവും M മഹേഷുമാണ് ഇത്തവണ ഒന്നിച്ച് ജനവിധി തേടുന്നത്. മനു RJD ചിഹ്നത്തിലും മഹേഷ് CPM ചിഹ്നത്തിലും മത്സരിക്കും. മനു തുടർച്ചയായ 2ാം തവണയാണ് തദ്ദേശ പോരിന് ഇറങ്ങുന്നതെങ്കിൽ മഹേഷിന് ഇത് കന്നി അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥിയാണ് മനു. ഇദ്ദേഹം നിലവിൽ പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ്. ജ്യേഷ്ഠൻ M മഹേഷ് ആകട്ടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് 3ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ്. 5 വർഷക്കാലം ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് മനുവിന് പിൻബലം. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് മത്സരിക്കാൻ. അപ്പോൾ പിലിക്കോട് ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ആവേശം ഏട്ടനും കൂടി മത്സര രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വാർഡിലാണ് 3ാം വാർഡിൽ നിന്ന് ജ്യേഷ്ഠനും കൂടി മത്സരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെ പ്രയത്നിക്കുകയും നമുക്ക് വിജയത്തിലേക്ക് എത്തിയതിന് ഒരുപാട് പ്രയത്നിച്ചതാണ്. അപ്പോൾ വീണ്ടും ഏട്ടനും കൂടി മത്സരിക്കുന്നതുകൊണ്ട് ഏട്ടൻ്റെ കൂടിയും ഈ 3ാം വാർഡിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഏട്ടനെയും വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തന രംഗത്താണ് നമ്മളെല്ലാവരും. DYFIയിലെ സംഘടനാ പ്രവർത്തനം മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷ്. T ഭാസ്കറിന്റെയും M അമ്മണിയുടെയും മക്കളാണ് ഇരുവരും. സഹോദരങ്ങൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയതോടെ തൃക്കരിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾക്ക് മാറ്റ് ഒന്നുകൂടി വർദ്ധിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 11,430 രൂപ, പവന് 91,440 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 9,450 രൂപ, പവന് 75,600 രൂപ. വെള്ളി ഗ്രാമിന് 167 രൂപ, കിലോയ്ക്ക് 1,67,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. നാട്ടിലോട്ട് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.